പേരിൽ വെറുതെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കരുത് കേട്ടോ. ഈ മാസം 12-ാം തീയതി രാത്രി ബീഹാറിലെ കിഷൻഗഞ്ചിൽ വെച്ചിട്ട് ഞാൻ ദിൽഷാദ് യാത്രയ്ക്കൂടെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ശേഷം 2 ദിവസം നമ്മളെ ബീഹാറിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു 2 ദിവസത്തെ സ്റ്റേ. അപ്പോൾ 2 ദിവസം മൂപ്പരെ വീഡിയോ എടുക്കാനും ക്യാമറ എടുക്കാനൊക്കെ അസിസ്റ്റ് ചെയ്യാനൊക്കെ അൽഹംദുലില്ലാഹ് എനിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ മൂപ്പരെ കണ്ട സമയത്ത് അഥവാ ഏറ്റവും ലൈഫിൽ ഇത്രയും വലിയ യൂട്യൂബർ സുഹൃത്തെ, എന്താ അതിലെ കഴിഞ്ഞ രാത്രി അത്ര ഒരു സുന്ദരമായിട്ടുള്ളൊരു നൈറ്റ് ഒന്നും ആയിരുന്നില്ല. എന്തൊക്കെയോ മോശമായിട്ടുള്ള കുറേ സ്വപ്നങ്ങളുമായിട്ടായിരുന്നു ഉറങ്ങിയത്. ഒന്നാമത് ഈ വീഡിയോ രണ്ടാമതൊരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവൻ ചെയ്ത വീഡിയോസ് മുഴുവൻ, ഒരു പക്ഷേ നിങ്ങൾ പലരും അത് ചെയ്തിരിക്കാം, ദിൽഷാദ് ചെയ്ത വീഡിയോസ് മുഴുവൻ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ കുട്ടികളുടെ സന്തോഷവും ആഫ്രിക്കക്കാർ അനുഭവിക്കുന്ന ഒരു സമാധാനവും ഇപ്പോൾ ഈ ഒരു വാർത്ത ഒരു പക്ഷേ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ അവർക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഒപ്പം തന്നെ നമ്മുടെ നാട്ടുകാരുടെ സ്നേഹമുണ്ടല്ലോ, മലയാളികൾക്ക് ഇവനുള്ള സ്നേഹം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. കാരണം മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പം ചെയ്യുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും, ഒരുപക്ഷെ നിങ്ങൾ പലതും കണ്ടിരിക്കും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും വീഡിയോ ചെയ്യുകയാണ്. കാരണം ഇത് ആസാമുകളും എന്താ പറയുക ഡൽഹിക്കാരൊക്കെ ഇതൊക്കെ അറിയണം, കൊൽക്കത്തക്കാരൊക്കെ ഇത് അറിയണം. അപ്പോൾ അവർ നമ്മൾ മലയാളം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറയുന്നത് ഇവൻ്റെ ഈ വീഡിയോസിലൊക്കെ ഇംഗ്ലീഷ് എന്താ പറയുക ഇംഗ്ലീഷിൽ റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരാളെ കാണാതായിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മുഖം പരിചയമുണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ അറിയിക്കുക എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. കാരണം ആ ദിൽഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ മൂലയ്ക്കിരിക്കുന്ന ഞാൻ മാത്രമല്ല സ്നേഹിക്കുന്നത്, എനിക്ക് അയാൾ അറിയില്ല, ഞാൻ മലപ്പുറംകാരൊക്കെ തന്നെയാണ്. പക്ഷേ ദിൽഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ എനിക്കറിയില്ല, ഒരു തരത്തിലും പരിചയമില്ല. പക്ഷേ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഈ ചെങ്ങാതി ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം കിട്ടുന്ന വരുമാനം കൊണ്ട് എങ്ങനെ ഇത് സാധിക്കുന്നു? അപ്പോൾ ഇയാൾ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും? ആ ആഫ്രിക്കക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനും കിണർ കുത്തി കൊടുക്കാനും അവിടുത്തെ കുട്ടികളെ സന്തോഷത്തിന് വേണ്ടി ഇയാൾ എങ്ങനെയൊക്കെ അധ്വാനിക്കുന്നുണ്ടായിരിക്കും? ഞാനതൊക്കെ ആലോചിച്ച് നോക്കിയേ. അതൊരു വല്ലാത്ത മനുഷ്യനാണ് അല്ലേ. ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ ഭൂമിയിൽ വളരെ റെയറായിരിക്കും. ഇങ്ങനെ ആളുകളൊക്കെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന, ഏതോ മൂലയ്ക്കുള്ള ഏതോ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന യാത്ര ചെയ്ത് വീഡിയോസ് ഇട്ട് ആ പൈസ ഉണ്ടാക്കി, ആ പൈസ ഇട്ട് അവിടെ പോയി അവർക്ക് കിണറുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഇത്തരം മനുഷ്യന്മാരൊക്കെ റയറാണ്, റയർ വണ്ണാണ്. ഇത്തരം ആളുകളൊക്കെ നമ്മുടെ ഭൂമിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക കാലങ്ങളോളം ജീവിക്കണമെന്നൊക്കെ പറയും. ഒരു കഥയുണ്ട്, ഒരു അത്താണി എന്ന് പറയുന്നൊരു കഥയുണ്ട്. ആ ഒരു അത്താണി നമുക്കറിയാം അല്ലേ, ഭാരം ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ഭാരം മറ്റുള്ളവരെല്ലാം ഇറക്കി വെക്കുന്നത് ദിൽഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ദേഹത്തായിരുന്നു. ദിൽഷാദ് ആണെങ്കിൽ ആ ഭാരം ഭംഗിയായിട്ട് ഏറ്റെടുത്തിട്ട് അത് നന്നായിട്ട് ഏറ്റി ഏത് സ്ഥലത്താണ് എത്തിക്കേണ്ടത് അവിടെ എത്തിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഈ ചെങ്ങായി തോന്നിപ്പോകുന്നത്. ഞാനിപ്പോൾ ചെയ്തൊരു വീഡിയോ ഇല്ലേ, ഈ മനുഷ്യൻ്റെ പേര് സാലി എന്നാണ് കേട്ടോ. ഈ സാലി എന്ന് പറയുന്ന ഈ മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവനെ കണ്ടായിരുന്നു അത്ര നമ്മുടെ ഇവനെ കണ്ടിരുന്നു. അപ്പോൾ ഇവനെ കണ്ടിട്ട് ഇവൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് പിന്നീട് ഇവൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്ത് പൊട്ടത്തരാണ് ഇവനൊക്കെ ചെയ്തു വെക്കുന്നത് എനിക്ക് ആദ്യം തോന്നിപ്പോയത്. എല്ലാവരും ഇപ്പോൾ ഇവൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നത്, നീ അവസാനമായിട്ട് കണ്ട നീയാണ്, അപ്പോൾ നിന്നെ പറ്റി ചുറ്റിപ്പറ്റിയൊക്കെ അന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം നെഞ്ചത്തേക്ക് കയറുകയാണ്. ആ ഒരു പാവം മനുഷ്യൻ നമ്മളായാലും ഇല്ലേ, ദിൽഷാദിന് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ പുറത്തേക്ക് എന്തെങ്കിലും പോകുമ്പോൾ ദിൽഷാദിനെ കണ്ടാൽ നമ്മൾ അന്തം വിട്ട് നോക്കും. ഞങ്ങൾ വീഡിയോസൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് നമ്മൾ ഒരു മടിയും ഇല്ലാതെ ഒരു ഈഗോ ഇല്ലാതെ നമ്മൾ പറയും. അങ്ങനെ തന്നെ പറയുകയും ഇവൻ്റെ ഏതൊരു സ്ഥാപനത്തിൽ ഇവനൊക്കെ താമസിക്കുന്ന ഏതൊരു ഇസ്ലാമിക സ്ഥാപനത്തിലൊക്കെ താമസിക്കാൻ ഇടം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ. എന്റെ പേരിൽ വെറുതെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കരുത് കേട്ടോ. ഈ മാസം 12-ാം തീയതി രാത്രി ബീഹാറിലെ കിഷൻഗഞ്ചിൽ വെച്ചിട്ട് ഞാൻ ദിൽഷാദ് യാത്രയ്ക്കൂടെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ശേഷം 2 ദിവസം നമ്മളെ ബീഹാറിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു 2 ദിവസത്തെ സ്റ്റേ. അപ്പോൾ 2 ദിവസം മൂപ്പരെ വീഡിയോ എടുക്കാനും ക്യാമറ എടുക്കാനൊക്കെ അസിസ്റ്റ് ചെയ്യാനൊക്കെ അൽഹംദുലില്ലാഹ് എനിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ മൂപ്പരെ കണ്ട സമയത്ത് അഥവാ ഏറ്റവും ലൈഫിൽ ഇത്രയും വലിയൊരു യൂട്യൂബർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പുലിവിൽ ഞാൻ ബീഹാറിലെ ഒരു സെലിബ്രിറ്റി സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ പിന്നെ ഡിലീറ്റ് ആക്കി. അപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അയച്ചിരുന്നു, ഇതിപ്പോ ഡിലീറ്റ് ആക്കിക്കോ അല്ലെങ്കിൽ സാധനം വിഷയമാവും. കാരണം അൽഗോരിതം അങ്ങനെയാണ് ഇന്നത്തെ വിഷയത്തിന്. എന്ത് അൽഗോരിതം എങ്ങനെയായാലും ആ വീഡിയോ അവിടെ ഉണ്ട് എങ്കിൽ ഞാനെന്താ മനസ്സിലാക്കുന്നത്, ആ വീഡിയോ അവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം എവിടെയാണ് അവസാനമായിട്ട് ഉണ്ടായിരുന്നുള്ള വിവരം കിട്ടുകയും അത് ആളുകളിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമായിരുന്നു അല്ലേ. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് തന്നെ
അദ്ദേഹത്തെ സെർച്ച് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം തുടങ്ങാമായിരുന്നു. ഏത് സുഹൃത്താണ് ഇങ്ങനത്തെ പൊട്ടത്തരൊക്കെ പറഞ്ഞു കൊടുത്തത് എനിക്ക് മനസ്സിലാവാത്തത്. ദിൽഷാദ് യാത്ര സ്പോട്ടിൽ എന്ന് പറഞ്ഞ സാധനം വന്നാൽ സ്വാഭാവികമായിട്ട് ആരും തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കി. പക്ഷെ ഇന്ന് 6 മണിക്കൂർ മുമ്പ് ഒരു CM മുഹമ്മദ് പറഞ്ഞ ചങ്ങായി എന്തായാലും മൂപ്പർ പേജിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. 49,000 വ്യൂസ് ഉണ്ടായിരുന്നു. കുറെ ആൾക്കാർ അടിയിൽ കമന്റ് ഇട്ടിട്ട് ഇന്ന കുറെ തെറി അറിയുന്നുണ്ട്. ചങ്ങായിച്ചിന്റെ അടുക്ക് റീച്ച് ഉണ്ടാക്കി മുഞ്ചിപ്പിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തെറിയൽ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാതെ ഒന്നൊന്നര മിന്നാന്നെടുത്ത വീഡിയോ അല്ല, അത് ഈ മാസം 12-ാം തീയതി എടുത്തൊരു വീഡിയോ ആണ്. വെറുതെ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിച്ച് പണി ഉണ്ടാക്കരുത്. നേരെ പോയാലും ആസാമിലേക്കാണ്. കഴിഞ്ഞ ബുധനാഴ്ച വരെ മൂപ്പര് ആസാമിലാണ്. ദിൽഷാദ് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. അതായത് ഫേക്ക് ന്യൂസ് മീൻസ് ഇവൻ വീഡിയോ എടുത്തത് 12-ാം തീയതിയാണ്, മിസ്സിംഗ് ആവുന്നത് കഴിഞ്ഞ ശേഷം എന്നുള്ളതാണ്. പക്ഷേ അത് ഇവൻ എന്തോ ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് എന്തോ ഇവനെ കണ്ടു, മനസ്സിലായില്ലേ? ഇത് മിസ്സിംഗ് ആയതിനു ശേഷമാണ് ഇദ്ദേഹം ദിൽഷാദിനെ കണ്ടത് എന്ന രീതിയിലാണ് അത് പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് തെറ്റായിട്ടുള്ള വാർത്തയാണ്. വെറുതെ ആ ഒരു പാവം പയ്യന്റെ മേലേക്ക് എല്ലാവരും കുതിര കയറാണ്. എന്തായാലും അവൻ ചെയ്ത വീഡിയോ അവൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ആ വീഡിയോ വേറൊരു ചങ്ങാതി ചേലൂർ പീഡിക്കൈ എന്ന് പറയുന്ന ഒരാള് അത് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണേ. ബീഹാറിൽ നമ്മളൊരു സെലിബ്രിറ്റിനെ കണ്ടിട്ടുണ്ട് കേട്ടോ, കാണിച്ചരാം. അത് വേണ്ട, നമുക്ക് പാട്ട് പണിയിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ ബീഹാറിന് ഏകദേശം ഇവൻ പറയുന്ന ഡേറ്റ് വെച്ച് ഒരു 12-ാം തീയതി എങ്ങാണ്ടൊക്കെ ഇദ്ദേഹം കാണുന്നത്. പക്ഷേ നമുക്കൊരു 6 ദിവസം മുമ്പൊക്കെ ഉള്ളൊരു വാർത്തകൾ നമ്മൾക്കും ഇതായി കിട്ടുന്നത്. പക്ഷെ ആളുകളൊക്കെ വിചാരിച്ചത് ഈ മിസ്സിങ് ആയതിനു ശേഷം ഈ പയ്യൻ ഇവനെ എവിടുന്നോ കണ്ടു, വീഡിയോ ഇട്ടു, ഇവൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ല. ആ പയ്യന് കുറെ മുമ്പിട്ട വീഡിയോ ആണ്. പക്ഷെ അത് ആളുകൾ ഡേറ്റും മറ്റും നോക്കാതെ വെറുതെ ആ പയ്യനെ നെഞ്ചത്തേക്ക് കയറുക എന്നുള്ളതാണ്. എന്തായാലും അത്തരം സംഗതികളും വെറുതെ ആളുകളൊക്കെ കുറ്റം ചാർത്തുന്ന പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. വെറുതെ ആ പയ്യനെ നെഞ്ചത്തേക്ക് അവൻ്റെ കൂടി ലൈഫ് ഇങ്ങനെ മെനക്കെടാക്കുന്ന രീതിയിൽ അവനൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു വലിയ വിഷമം ഉണ്ടാകുന്നുണ്ട്. കാരണം രാത്രികളൊക്കെ ഇവൻ്റെ വീഡിയോ ഒക്കെ കണ്ട് തന്നെ കിടന്നുറങ്ങുമ്പോൾ എന്താ അറിയില്ല, അറിയപ്പെടാത്ത, നമ്മളറിയാത്ത, നമ്മൾ അത്രയല്ല ഒട്ടും പരിചയമില്ലാത്ത ചില ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് അത്തരം ആളുകളൊക്കെ വീണ്ടും കാണാനുള്ള ആഗ്രഹം അറിയാതെയെങ്കിലും ഇങ്ങനെ മനസ്സിലുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവൻ ഒരു ഭയങ്കര മനുഷ്യസ്നേഹിയാണ് അല്ലേ? ബബായ്. തിരിച്ചു വരും. തിരിച്ചു വരാതെ എങ്ങോട്ട് പോവാൻ. ബബായ്.